പടിഞ്ഞാത്ര ക്യൂടെക് മൊബൈൽസിലാണ് ഇപ്പോൾ ഉള്ളത്. ക്യൂടെക് മൊബൈൽസിന്റെ ഓണർ ഷാവുൽ അമീനാണ്. എന്തൊക്കെയാ മൊബൈൽ ഫോൺ ഇപ്പോൾ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്? മൊബൈൽ ഫോൺ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഇല്ല, മൊബൈൽ മാത്രമേ ഉള്ളൂ. എത്ര ഷോറൂം ഉണ്ട് ഇപ്പോൾ? ടോട്ടൽ 5. എത്ര വർഷമായി ഫീൽഡ് വന്നിട്ട്? ഒരു 10 വർഷം. 10 വർഷമായി. ആ വന്ന എക്സ്പീരിയൻസ് ഒന്ന് പറയാം ജസ്റ്റ്. എക്സ്പീരിയൻസ് അറിയാന്ന് വിചാരിച്ചാല് ഫീൽഡിലേക്ക് എങ്ങനെ വന്നു, മൊബൈൽ ഫോണിന്റെ ഫീൽഡിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു പറഞ്ഞു? അത് മെക്കാനിക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടേനു. അപ്പോ ഷാവു എന്താ പുതിയ കുട്ടികളോട് പറയാനുള്ളത്? കുട്ടികൾക്കുണ്ടാവുന്ന ഒരു എന്താ പറയാനുള്ളത്? സർവീസിലാണെങ്കിലും ഇപ്പൊ സർവീസിൽ നല്ല ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഭാഗത്തോട്ട് പിന്നെ ബാക്ക് പഠിക്കുക, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, ഓരോ കാലത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക. സാധാരണ നോർമൽ വർക്ക് ആകുമ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ IC ലെവലിലേക്ക് മാറുക. ഇപ്പൊ അഥവാ ഇത് ബേസ് പഠിച്ചിട്ട് സെയിലാക്കാൻ താല്പര്യം, സെയിൽ മാക്സിമം എന്താണോ താല്പര്യം അതിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇവിടെയുള്ള മെയിൻ ടെക്നീഷ്യന് സിംസിലുള്ളതാണ്. ഒരു അത്യാവശ്യം നല്ല എല്ലാ ഐഫോണും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന ലെവൽ സർവീസ് ചെയ്യുന്ന ആളാണ് ഇവിടെ നുഫേസ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പം എന്റെ അടുത്ത് തന്നെ സിംസ് പഠിച്ചിപ്പോ ഒരു 3 വർഷമായിട്ടുള്ള ഒരു 5 ഉണ്ട് പണങ്ങോടുള്ള. ഇപ്പം ന്യൂഫേസ് ഇപ്പം കയറിയുള്ളൂ. ഒരുപാട് കുട്ടികൾ ഇവിടെ 1 ഇയർ ഒക്കെ കഴിഞ്ഞ് 1-2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയാലുള്ള ടോട്ടലായിട്ട് എല്ലാവരും മാറണം. അന്നേരം ഞാൻ ആദ്യം പഠിക്കാൻ TV ആണ് ഉദ്ദേശിച്ചത്. ഇലക്ട്രോണിക്സ് പഠിക്കാൻ അന്ന് ആദ്യം സ്റ്റാർട്ടിങ് ചെറിയ നമ്മൾ ആഗ്രഹം. അന്നേരം TV ആണല്ലോ നമ്മളൊരു പ്രായത്തിൽ വന്നത്. പിന്നെ ഞാൻ +2 കഴിയുമ്പോഴത്തേക്ക് മൊബൈലിന്റെ ഒരു കാലഘട്ടമായി. മൊബൈലിലൊക്കെ മാറിയുന്നതായിരുന്നു. പഠിച്ചത് ഇലക്ട്രോണിക്സ് നിങ്ങളായിരുന്നു പഠിച്ചത്. മാറ്റുണ്ട്. ഏതായാലും ബിസിനസ് ഒക്കെ നന്നായിട്ട് വരട്ടെ, കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. നമ്മളെ പഴയ സ്റ്റുഡൻസിനൊക്കെ കാണാനുള്ള ഒരു സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.